ദുബായിൽ നിന്ന് വരുമ്പോൾ അപ്രതീക്ഷിതമായി കിട്ടിയ വയലറ്റ് വെങ്കയും കൊണ്ടുപോകുന്നു കേട്ടോ. ചെടികൾ കൊറിയറായിട്ട് വാങ്ങിച്ചും കൊടുത്തും ശീലമുള്ളത് കൊണ്ട് തന്നെ എങ്ങനെ പാക്ക് ചെയ്യണം അങ്ങനത്തെ കാര്യങ്ങളൊന്നും എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നില്ല. പിന്നെ വെങ്കയാണല്ലോ, പെട്ടെന്ന് കേടുവരുന്നൊരു ചെടിയല്ല. അതുകൊണ്ട് തന്നെ പാക്ക് ചെയ്യണ കാര്യത്തിലും അങ്ങനത്തെ ചെടി നാശമായി പോകുന്നുള്ള കാര്യത്തിലും പേടിയൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ലഗേജിൽ ഞാൻ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ സ്കാൻ ചെയ്യണ സമയത്ത് എന്തെങ്കിലും പ്രശ്നം വരുമോ എന്നുള്ള പേടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ അതൊന്നും കുഴപ്പമില്ലാണ്ട് ഇവിടെ വരെ എത്തിച്ചു. ഇനി നമ്മുടെ നാട്ടിലേക്കൊന്ന് സെറ്റ് ചെയ്യണ്ടേ. അപ്പോൾ അതേ പോട്ടിൽ നിന്ന് ഇളക്കാണ്ട് തന്നെയാണ് കൊണ്ടുപോകുന്നത് കേട്ടോ. അധികം മണ്ണില്ലാണ്ട് തന്നെയാണ് അവർ വെച്ചേക്കുന്നതും. അപ്പോൾ അതേ വെയിറ്റ് ഇല്ലാത്ത കാരണം കൊണ്ട് അങ്ങനെ തന്നെ പാക്ക് ചെയ്തിട്ട് കൊണ്ടുപോകുന്നു. അപ്പോൾ അത് ആ പോട്ടിൽ നിന്ന്, ആ ചെറിയ പോട്ടിൽ നിന്ന് അങ്ങനെ എടുത്തിട്ട് നമ്മൾ മണ്ണിലേക്ക് സെറ്റ് ചെയ്യണം. അല്ലെങ്കിൽ പിന്നെ പെട്ടെന്ന് കേടുവന്ന് പോകണ്ടെന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ അതിലുണ്ടായിരുന്ന മണ്ണൊന്നും ഇളക്കാണ്ട് നമ്മൾ മണ്ണിലേക്ക് തന്നെ സെറ്റ് ചെയ്ത് വെച്ചു. കുഴപ്പമൊന്നുമില്ല. 2 ദിവസം കഴിഞ്ഞിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ കാണുന്നത്. അപ്പോൾ ആ ചെടിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ വിങ്കയല്ലേ, പെട്ടെന്ന് കേടൊന്നും വരുന്ന ഒരു ചെടിയല്ല. അതുകൊണ്ട് തന്നെ സേഫായിട്ട് നമ്മൾ വിങ്കാ ചെടി നാട്ടിലെത്തിച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ.